ശ്രീ മഹാദേവി നമ. നമസ്കാരം. ദേവീനാരായണീയം ദേവീ ഭാഗവത സംഗ്രഹമാണ് ഇവിടെ ദേവീനാരായണീയത്തിൽ വർണ്ണിച്ചു വരുന്നത്. എന്നാൽ ദേവീ ഭാഗവതത്തിലെ ചില കഥാസന്ദർഭങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ഗ്രന്ഥകാരൻ ദേവീനാരായണീയം ചെയ്തിട്ടുള്ളത്. 27ാം ദശകം, അടുത്ത ദശകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ശതാക്ഷി അവതാരമാണ്. ശാകംഭരി, ശതാക്ഷി എന്നൊക്കെ നാം ആരാധിക്കുന്നതായിട്ടുള്ള ആ ദേവി ചരിത്രത്തെ പറയുന്നതിന് മുൻപായിട്ടാണ് ഇവിടെ ദേവീഭാഗവതം 7ാം സ്കന്ധത്തിൽ ഹരിശ്ചന്ദ്ര ഉപാഖ്യാനമൊക്കെ വളരെ വിസ്തരിച്ചു പറയുക. സത്യസന്ധനായിട്ട് രാജ്യം ഭരിച്ച നീതിമാനായിട്ടുള്ള ചക്രവർത്തിയായിരുന്നു ഹരിശ്ചന്ദ്രൻ. സൂര്യവംശത്തിലെ ഒരു രാജാവായിരുന്നു ഹരിശ്ചന്ദ്രൻ. വിശ്വാമിത്ര മഹർഷിയും ഇന്ദ്രാദി ദേവന്മാരും അദ്ദേഹത്തിനെ പലവിധ പരീക്ഷണങ്ങളിൽ കൂടിയിട്ട് ഈ ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെ സത്യസന്ധതയെ ലോകത്തിനു മുൻപിൽ അദ്ദേഹം എത്രത്തോളം സത്യനിഷ്ഠയുള്ള ആളാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതായ വലിയൊരു സന്ദർഭത്തെയാണ് ഹരിശ്ചന്ദ്ര ഉപാഖ്യാനത്തിൽ കൂടി നമുക്ക് കാണാൻ കഴിയുന്നത്. ഹരിശ്ചന്ദ്ര മഹാരാജാവ് ഉപാസിച്ചതായിട്ടുള്ള ശതാക്ഷി ദേവിയുടെ ആവിർഭാവ ചരിത്രത്തെയാണ് ഈ ദശകത്തിൽ പറയുന്നത്. ദൈത്യപുരാകർശന ദുർഗമാഖ്യ പ്രസാദിതാ പത്മഭവാൽ തപോഭി അവൈദികം വൈദികമപ്യഗൃഹാൻ മന്ത്രം സമസ്തം ദിവിഷജ്യേഷി. ശതാക്ഷി അഥവാ ശാകംഭരി ദേവിയുടെ അവതാരത്തെ പറയുകയാണ്. അതിന് ആമുഖമായി ദുർഗമൻ എന്ന അസുരന്റെ കഥ പറയുന്നു. ദേവന്മാരെ ജയിക്കണമെന്ന വിചാരത്തോടുകൂടി വളരെ കാലം തപസ് ചെയ്തു. ബ്രഹ്മാവ് ദർശനം നൽകി. എല്ലാ മന്ത്രങ്ങളും തനിക്ക് സ്വാധീനമാവണമെന്നാണ് അസുരൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ ബ്രഹ്മാവ് ആ വരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. വേദേ ഗൃഹീതേ ദിദിജേന വിപ്ര ശ്രുതിസ്ഥിരാ വിസ്മൃതമേതമന്ത്ര സാന്ധ്യാനി കർമാണ്യഭിനൈവ ചക്രു ക്ഷിതിസ്ത്വവേദാധ്യയനാ ബഭൂവ. വിപ്രന്മാർ എപ്പോഴും വേദമന്ത്രങ്ങൾ ഉരുവിടുന്നവരാണ്. ഈ ദുർഗമൻ വേദമന്ത്രങ്ങളെല്ലാം തൻ്റെ കൈവശമാക്കിയതോടുകൂടി മറ്റാർക്കും തന്നെ മന്ത്ര ഉപാസന ചെയ്യാൻ പറ്റാതെയായി. എല്ലാവരും മന്ത്രങ്ങളെ മറന്നുപോവുകയാണ്. ആർക്കും മന്ത്രങ്ങളെ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. സന്ധ്യാവന്തനാദി മന്ത്രങ്ങളെ മറന്നു. മറ്റു ഉപാസന കർമ്മങ്ങളിൽ ഉപയോഗിക്കുന്നതായ മന്ത്രങ്ങളെല്ലാം വിട്ടുപോയതോടുകൂടി സന്ധ്യാവന്തനാദികൾ ഇല്ലാതെയായി. മറ്റനുഷ്ഠാനങ്ങൾ, വൈദികമായ കർമ്മങ്ങളെല്ലാം നിലച്ചു. വേദത്തിന്റെ ശബ്ദം പോലും എവിടെയും കേൾക്കാനില്ലാത്തതായൊരവസ്ഥ വന്നു. വേദം പഠിക്കാൻ കഴിയുന്നില്ല, പഠിപ്പിക്കാൻ കഴിയുന്നില്ല. ഹൃദേഷു മന്ത്രേഷു അഖിലേഷു പൂജായജ്ഞാതിഭൂമൗ ന കൃതം മനുഷ്യൈ സുരാ അശക്ത തദലാഭഖിന്ന ദൈത്യേന യുദ്ധേ ബലിരാജിതാശ. വൈദികവും അവൈദികവുമായിട്ടുള്ള എല്ലാ മന്ത്രങ്ങളും ഈ ദുർഗമാസുരന്റെ കൈവശമായതോടുകൂടി മനുഷ്യരെല്ലാം മന്ത്രങ്ങളെ മറന്നു. പൂജ ഇല്ലാതെയായി.
യജ്ഞാതി സൽക്കർമ്മങ്ങളെല്ലാം നിലച്ചു. ദേവന്മാർക്ക് ഭൂമിയിൽ മനുഷ്യർ ചെയ്യുന്നതായ യജ്ഞവും അതിൻ്റെ ഫലവുമാണ് ദേവന്മാരെ അവരുടെ ശക്തി. അപ്പോൾ യാഗാദികൾ യജ്ഞാദികൾ ഇല്ലാതെയായതോടുകൂടി ദേവന്മാരൊക്കെ ക്ഷീണിതരായിത്തീർന്നു, ദുർബലരായിത്തീർന്നു. ആ ഒരു അവസരം വന്നപ്പോഴാണ് ദുർഗമൻ സ്വർഗത്തെ ആക്രമിച്ചു കീഴടക്കി. ദേവന്മാരൊക്കെ പരാജയപ്പെടുന്നു. തെക്വാദിവം തേ ഗിരിഗഹ്വരേഷു നിലീയവർഷാണി ബഹൂനി നിന്യു വൃഷ്ടേരഭാവാത് ധരണീജ ശുഷ്കജലാശയ തർഷനിപീഡിതാഭൂൽ. സ്വർഗം കീഴടക്കിയതായ ഈ ദുർഗമാസുരൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. ദേവന്മാരൊക്കെ ഇവിടുന്ന് പലായനം ചെയ്തു പർവ്വത ഗുഹകളിൽ ഒളിച്ചു താമസിക്കാൻ തുടങ്ങി. ക്രമേണ ഭൂമിയിലാവട്ടെ കാലാവസ്ഥയൊക്കെ മാറിക്കഴിഞ്ഞു. മഴ പെയ്യാതെയാവുക, ജലാശയങ്ങളൊക്കെ വറ്റി വരളുന്നൊരവസ്ഥ, ജീവജാലങ്ങൾ ദാഹജലം കിട്ടാതെ വലയുകയാണ്. സർവേ തൃഷാർത്താശ്ച ഹിമാദ്രിമേത്യ ത്വാം ധ്യാനപൂജാനുതിഭിർ ഭജന്ത പ്രസാദയാമാസുരനേകകോടി ബ്രഹ്മാണ്ഡകർത്തീമഖിലാർത്തിഹന്ത്രിം. അങ്ങനെ സകല ജീവജാലങ്ങൾ, മനുഷ്യർ മാത്രമല്ല എല്ലാവരും ക്ലേശത്തെ അനുഭവിക്കുന്നു. ആ ദേവന്മാര് മഹർഷിമാരെല്ലാവരും ചേർന്ന് ഹിമാലയ പർവ്വതത്തെ ആശ്രയിച്ചുകൊണ്ട് ദേവീഭജനം ആരംഭിച്ചു. ചിലർ ധ്യാനിക്കുകയാണ്, മറ്റു ചിലരാവട്ടെ പൂജിക്കുന്നു, ചിലർ സ്തുതിക്കുന്നു. ഇവരുടെ എല്ലാം ദുഃഖത്തെ തീർക്കുവാൻ ദേവിക്ക്, ആ ജഗദംബികയ്ക്ക് യാതൊരു പ്രയാസവുമില്ല. എന്തായാലും ഇവരുടെ ധ്യാനപൂജാദികളെ കൊണ്ട് ദേവി പ്രസാദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ദൃഷ്ടാദയാദ്രാക്ഷിശതാത്വമേഭി കൃപാശ്രുവർഷൈർ നവരാത്രമുർവിയാം ജലാശയാൻ പൂർണ്ണജലാംശകർത്ഥ ജനാഃ ശതാക്ഷീത്യവിധാം ദദുസ്തേ. അനേകം നേത്രങ്ങളോടുകൂടി ഭക്തന്മാർക്ക് ദർശനം നൽകി ദേവി. അതുകൊണ്ടാണ് ദേവിക്ക് ശതാക്ഷി എന്ന് പേരുണ്ടായത്. ദേവിയുടെ കണ്ണുകളിൽ നിന്നും 9 ദിനങ്ങൾ തുടർച്ചയായി ആ കാരുണ്യാമൃത വർഷം, കണ്ണുനീരങ്ങനെ ഒഴുകുകയാണ്. ആ കൃപാവർഷം കൊണ്ട് ഭൂമിയിലെ എല്ലാ ജലാശയങ്ങളും നിറഞ്ഞു. ക്ഷുത്പീഡിതാനാം ച ചരാചരാണാം സർവത്ര നാനാവിധമന്നമിഷ്ടം സ്വാദൂനി മൂലാനി ഫലാനി ചാദ ശാകംഭരീതി പ്രഥിത തതോ ഭൂ. വളരെ കാലമായി മഴ പെയ്യാതിരിക്കുകയും എല്ലാ ജീവജാലങ്ങളും വിശപ്പുകൊണ്ട് ദാഹിച്ചും വല്ലാതെ ക്ലേശിച്ചിരിക്കുകയാണ്. ശതാക്ഷിയുടെ കൃപാശ്രു പ്രവഹിച്ചതോടുകൂടി ആ കൃപാകടാക്ഷം കൊണ്ട്, അനുഗ്രഹം കൊണ്ട് ദുഃഖമെല്ലാം തീർന്നു. എല്ലാവരുടെയും വിശപ്പു മാറ്റാൻ വേണ്ടതായ അന്നത്തെ ആ അന്നപൂർണേശ്വരിയായിട്ടുള്ള ദേവി നൽകി. ഓരോ ജീവിക്കും ഓരോ തരം ഭക്ഷണ വസ്തുക്കളാണ് വേണ്ടത്. അപ്പോൾ അവരവർക്ക് ഇഷ്ടമായിട്ടുള്ള അന്നം അവരവർക്ക് ലഭിച്ചു. ഫലമൂലങ്ങളെ നൽകി. അങ്ങനെ എല്ലാവർക്കും വേണ്ടതായ ഫലമൂലങ്ങളെ നൽകി അനുഗ്രഹിച്ചതിനാൽ ശാകംഭരി എന്ന് പേര് ദേവിക്ക് പ്രസിദ്ധമായി തീർന്നു.
സസ്യങ്ങളെ കൊണ്ട് അഥവാ ഫലമൂലാദികൾ പച്ചക്കറികളെ കൊണ്ടൊക്കെ ജീവജാലങ്ങളെ അനുഗ്രഹിച്ച് അവരെ സന്തോഷിപ്പിച്ചതായ ദേവി ശാകംഭരി. ആ ശാകംഭരി ദേവിയുടെ ചരിത്രം തുടരുകയാണ്. ദൈത്യസ്തു വിജ്ഞായ സമസ്തമസ്ത്രശസ്ത്രൈ സസൈന്യപ്രഹരൻ വപുസ്തേ രണാങ്കണേ സായകവിദ്ധഗാത്ര സശബ്ദമുർവ്യാം തരുവത്പപാത. വേദം കൈവശമുള്ളതുകൊണ്ടും മന്ത്രങ്ങളെല്ലാം സ്വാധീനം ആയതിനാലും അസുരന്മാർക്ക് യാതൊരു ക്ലേശവും ഉണ്ടായില്ല. ലോകത്തിന്റെ മുഴുവനും ദുഃഖത്തെ അവർ കണ്ട് ആനന്ദിക്കുന്നു. പെട്ടെന്നാണ് ലോകത്തിൽ മഴ പെയ്തത്. സകല ജീവജാലങ്ങളുടെയും വിശപ്പും ദാഹവും മാറി. ഇത് കാണുന്ന ദുർഗമൻ സൈന്യസമേതം ആ ദേവിയോട് ശതാക്ഷിയോട് യുദ്ധത്തിനായിട്ട് തയ്യാറാവുകയാണ്. അതിഘോരമായിട്ടുള്ള യുദ്ധത്തിൽ ഒടുവിൽ ദേവിയുടെ ആയുധ ഏറ്റ് അസുരൻ യുദ്ധഭൂമിയിൽ വീണു. സ ചാസുരാത്മാ ഖലു വേദമന്ത്രാൻ ചിരം പഠം സ്വാമഭിവീക്ഷമാണ ഗദായുരാവിശ്യപരാത്മനി ത്വയ്യവാപമുക്തിം മിഷതാം സുരാണാം. ഈ മന്ത്രങ്ങളെല്ലാം തൻ്റെ സ്വാധീനമാക്കിയ അവസരം, കുറച്ചു കാലം ഈ ദുർഗമൻ വേദമന്ത്രങ്ങളെ തനിക്ക് മാത്രം സ്വാധീനമാവണമെന്ന് വരം നേടിയ ആളാണ്. അപ്പോൾ ആ ഒരു കാലത്ത് വേദമന്ത്രങ്ങളെ ഉച്ചരിച്ചിട്ടുണ്ടാവണം എന്നാണ് ഇവിടെ സ്തോത്രകാരൻ സങ്കല്പിക്കുന്നത്, ചിന്തിക്കുന്നത്. അതിൻ്റെ ആ ഒരു വിശുദ്ധി കൊണ്ടാവാം, ദേവിയെ നേരിൽ കണ്ടുകൊണ്ടാണ്, പ്രത്യക്ഷ ദർശനം ലഭിച്ചുകൊണ്ടാണ് ആസുരൻ ദേഹം ഉപേക്ഷിക്കുന്നത്. അങ്ങനെ ദുർഗമന് മുക്തി കിട്ടുവാനുള്ള ഒരു അർഹത വന്നു ചേർന്നതും അതുകൊണ്ടാണ്. ദേവിയുടെ ആയുധപ്രഹരമേറ്റതോടുകൂടി അസുരൻ മരിച്ചു വീഴുകയാണ്. സായൂജ്യ മുക്തിയെ പ്രാപിച്ചു. വേദാൻഹൃദാനബ്ജഭവാനനേത്വം പുനശ്ച നിക്ഷിപ്യ ജഗൽ സുരക്ഷാം കൃത്വാനുദാ ദേവഗണൈർനരൈശ്ച തുഷ്ടാതിരോഭൂ കരുണാർദ്രനേത്ര. അസുരൻ അപഹരിച്ചതായ വേദങ്ങളെ ദേവി വീണ്ടും ബ്രഹ്മാവിനെ തന്നെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ വലിയൊരു വിപത്തിൽ നിന്ന് ലോകത്തെ രക്ഷിച്ചു. ദേവന്മാരും മനുഷ്യരുമെല്ലാം ദേവിയെ വീണ്ടും ഭക്തിയോടുകൂടി സ്തുതിച്ചു. അങ്ങനെ ദേവി സന്തുഷ്ടയായി ആ ശതാക്ഷിയായിട്ടുള്ള ശാകംഭരിയായിട്ടുള്ള ദേവി എല്ലാവരെയും അനുഗ്രഹിച്ചു, അന്തർധാനം ചെയ്തു. ഭക്തസ്യ വൈ ദുർഗതിനാശിനീത്വം സുഖപ്രദാ ദുർഗമഹന്ത്രി മാതാ ദുർഗേതി നാംനാ വിദിതാ ച ലോകേ വിചിത്രരൂപാസ്തവ ദേവി ലീല. ഭക്തന്റെ ദുർഗതിയെ തീർക്കുന്നവളാണ് ദുർഗ. ദുർഗാം ധ്യായത് ദുർഗതി പ്രശമനിം ധ്രുവാതലശ്യാമളാം എന്നൊക്കെ ദുർഗാദേവിയുടെ ധ്യാന ശ്ലോകം. ഭക്തരക്ഷയ്ക്കായിക്കൊണ്ട് ദുർഗമാസുരനെ നിഗ്രഹിച്ചു എന്ന കഥ പറഞ്ഞു. ദേവശത്രുവായിട്ടുള്ള അസുരന് ദേവന്മാർ നോക്കി നിൽക്കെ തന്നെ സായൂജ്യമുക്തിയെ നൽകി. വാസ്തവത്തിൽ ദേവന്മാരെക്കാൾ ഭാഗ്യം ലഭിച്ചത് ഈ ദുർഗമനാണ്. ദേവന്മാർക്കിനിയും സുഖദുഃഖങ്ങളിൽ മുഴുകേണ്ടതായി വരും.
എന്നാൽ ഇവിടെ ദുർഗമന്, ഈ അസുരന്, അവൻ്റെ സങ്കടങ്ങളെല്ലാം നീങ്ങി. ദേവിയുടെ നിഗ്രഹവും ഒരർത്ഥത്തിൽ അനുഗ്രഹം തന്നെയാണ്. എല്ലാം അവിടുത്തെയുടെ ലീലകളാണ്. ദുർഗമനെ വധിച്ചത് കൊണ്ട് ദേവിക്ക് ദുർഗ എന്ന പേര് പ്രസിദ്ധമായി. ദുർഗ എന്നുള്ള നാമത്തിന്റെ മഹാത്മ്യം വളരെ അധികമാണ് എന്നൊക്കെ ദേവീ മഹാത്മ്യത്തിലും പറയും. സംസാര വ്യാധി ഭേഷജം ദുർഗാനാമാക്ഷരദ്വയം. ദുർഗ ശബ്ദത്തിന് പ്രതിസന്ധികളെ തരണം ചെയ്യിപ്പിക്കുന്നവൾ. അതുകൊണ്ടാണല്ലോ ദേവിക്ക് താര, സംസാര സാഗരത്തെ തരണം ചെയ്യാൻ സഹായകമായിട്ട് വർത്തിക്കുന്നവൾ എന്നൊക്കെ അർത്ഥം പറയാറുണ്ട്. നമ്മുടെ ജീവിതത്തിലും ദുർഗതികൾ ഉണ്ടാവുമ്പോൾ നമുക്ക് കടന്നു പോകാൻ പ്രയാസമായിട്ട ദുർഗം, അതിനെ നമുക്ക് കടന്നു പോകാൻ, ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ തീർച്ചയായിട്ടും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അതിന് നമുക്ക് കഴിയും. ഭക്തന്മാരുടെ ദുർഗതിയെ തീർക്കുന്നവളാണ് ദുർഗ. കോപ്യസ്തി ചിത്തേ മമ ദുർഗമോയം ജ്ഞാതസ്ത്വയാ നൈവമയാതു ദേവി യ സന്തതം ദൃഹ്യതി മേ തമാശു സംഹൃത്യ മാം രക്ഷ നമോ നമസ്തേ. ഈ ദശകം ശതാക്ഷി കഥയെ പറഞ്ഞുകൊണ്ട് ഉള്ള ഈ ഒരു അധ്യായം ഉപസംഹരിക്കുമ്പോൾ ഇവിടെ സ്തോത്രകാരൻ ദുർഗമ അസുരനെ നിഗ്രഹിക്കാൻ വേണ്ടി ദേവി ശതാക്ഷിയായി അവതരിച്ചു എന്ന് പറഞ്ഞു. എന്റെ ഹൃദയത്തിലും ഒരു ദുർഗമൻ, വേദത്തെ അപഹരിക്കുന്ന അസുരൻ വർത്തിക്കുന്നു എന്നാണ്. അങ്ങനെ ആ അസുരനെ നിഗ്രഹിച്ച് എനിക്ക് നഷ്ടമായ, എന്നിൽ നിന്നും അപഹരിക്കപ്പെട്ടതായ വേദം, അറിവ്, വേദം എന്നാൽ അറിവ്, ആ അറിവിനെ തനിക്ക് നൽകണേ, പ്രദാനം ചെയ്യണമേ, അതിനെ സ്ഥിരമായിട്ട് എനിക്ക് നൽകിയാലും എന്ന് ദേവിയോട് പ്രാർത്ഥന ചെയ്തുകൊണ്ടാണ് ഈ 77-ാമത്തെ ദശകം ശതാക്ഷി ദേവിയുടെ അഥവാ ദുർഗാദേവിയുടെ ചരിത്രത്തെ പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുന്നത്. ശ്രീ മഹാദേവി നമഃ.